ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലുൻ ഫവഖസത്ഹു നാഖതുഹു ഫമാത് فقال النبي صلى الله عليه وسلم يغسلوه ولا تقربوه طيبا ولا تغطوا وجهه فإنه يبعث يلبي. റവാഹു മുസ്ലിം. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. സഹീഹ് മുസ്ലിമിൽ 1206 നമ്പറായിട്ട് നൽകപ്പെട്ടിട്ടുള്ള ഒരു വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സഹീഹുൽ ബുഖാരിയിലും 1268 നമ്പറായിട്ട് ഇത് നൽകപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ഒരു വ്യക്തി അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ ഒട്ടകം അതിൻ്റെ കാല് തട്ടി ആ വ്യക്തി തൽക്ഷണം മരണപ്പെടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിക്കുക, മയ്യത്തിനെ കുളിപ്പിക്കുക. എന്നാൽ കുളിപ്പിക്കുമ്പോൾ വല തുഖർറിബുഹു തീബ, അദ്ദേഹം ഇഹ്റാമിലായിരിക്കുകയാണ്, ഹജ്ജിൻ്റെ വേളയിലാണ് അദ്ദേഹം മരണപ്പെട്ടുള്ളത്. അപ്പോൾ ഇഹ്റാമിലായിരിക്കെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കരുത് അദ്ദേഹത്തിന് വേണ്ടി. മാത്രമല്ല, ഇഹ്റാമിൽ തല മറക്കാൻ പാടില്ല, മുഖവും തലയും മറക്കാനായിട്ട് പാടില്ല. അപ്പോൾ റസൂൽ പറഞ്ഞു, വലാ തുഗത്തു വജ്ഹ, അദ്ദേഹത്തിൻ്റെ മുഖം നിങ്ങൾ മറക്കരുത്. ഫഇന്നഹു യുബഅസു യുലബ്ബി, അദ്ദേഹം ഖിയാമത്ത് നാളിൽ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തൽബിയത്ത് ചൊല്ലുന്നവനായിക്കൊണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. ഈ ഹദീസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരാധനാ കർമ്മങ്ങൾ, അതുപോലെ തന്നെ നന്മകൾ, അതൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ ഈ ഇഹലോകത്തോട് വിട പറയുന്നുവെങ്കിൽ അദ്ദേഹം പെട്ടെന്നുള്ള മരണമാണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നതല്ലോ. അങ്ങനെ പെട്ടെന്നുള്ള മരണമാണ് സംഭവിക്കുന്നതെങ്കിലും അദ്ദേഹം ഇബാദത്തിലാണ്, അദ്ദേഹം ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം നന്മയിലാണ്, അല്ലാഹുവിന് തൃപ്തിയുള്ള കാര്യത്തിലാണ്, അദ്ദേഹം പരലോക വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള ഒരു പുണ്യകർമ്മം നിർവഹിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. യാദൃച്ഛികമായിട്ട് വളരെ അവിചാരിതമായിക്കൊണ്ട് ഒരപകടത്തിൽപ്പെടുന്നതും മരണം അദ്ദേഹത്തിന് സംഭവിക്കുന്നതും. അപ്പോൾ അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട് യാദൃച്ഛികമായിട്ട് വളരെ പെട്ടെന്ന് മരണം സംഭവിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മരണം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പെട്ടെന്ന് ആ ഒരവസ്ഥയിൽ മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല. കാരണം അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യത്തിലാണ് അദ്ദേഹം വഫാത്തായിട്ടുള്ളത് എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ഏറെ അടുത്ത് നിൽക്കുന്ന സന്ദർഭം, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കിട്ടുന്ന കാര്യം, അതൊക്കെ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ആവർത്തിച്ചുകൊണ്ട് പാപങ്ങൾ പൊറുക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ആ മനുഷ്യൻ യാദൃച്ഛികമായിട്ട് പെട്ടെന്ന് മരണത്തിന് വിധേയനാകുമ്പോൾ അത് സംശയം വേണ്ട, അത് ഒരു നല്ല മരണത്തിൻ്റെ, നല്ല പര്യാവസാനത്തിൻ്റെ, ശുഭകരമായ അന്ത്യത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടത് തന്നെയാണ് എന്നാണ് ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് പല ആളുകൾക്കും പെട്ടെന്ന് മരണങ്ങൾ വരുന്നു, പെട്ടെന്ന് അവരെ മരണം പിടികൂടുകയാണ്. മരിക്കാനുള്ള പ്രത്യക്ഷത്തിലുള്ള കാരണങ്ങളൊന്നുമില്ല, കാരണം ആരോഗ്യമുണ്ട്.
രോഗത്തിൻ്റെ മരണത്തിന് നിമിത്തമാകുന്ന രോഗങ്ങളില്ല. പക്ഷേ അവർ മരണത്തിന് വിധേയമാകുകയാണ്. ഒരുപക്ഷെ ആക്സിഡൻ്റ് ആയിരിക്കും, എന്തെങ്കിലും രൂപത്തിലുള്ള അപകടങ്ങൾ, ദുരന്തങ്ങൾ, അതിലൊക്കെ പെട്ടുകൊണ്ട് യാദൃച്ഛികമായിട്ട് മരണപ്പെടുകയാണ്. അങ്ങനെ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് സങ്കല്പിക്കുക. അവർ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയെ സംബന്ധിച്ചുമൊക്കെ ഒരു ചിന്തയുമില്ലാതെ അവർ ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർവഹിക്കേണ്ടുന്നതായ കാര്യങ്ങൾ, കർമ്മങ്ങൾ, നന്മകൾ, അതിലൊക്കെ അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അത് ദുഃഖത്തിൻ്റെ വേർപാടാണ്, അത് വിഷമകരമായ വേർപാടാണ്. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ വീഴ്ച വന്നുകൊണ്ടാണ് അവൻ മരണപ്പെടുന്നത്. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ശാപം, അള്ളാഹുവിൻ്റെ കോപം തന്നെ ഉണ്ടായേക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ ആ രൂപത്തിൽ മരണമടയുന്നത് അത് ഒരു ശുഭകരമല്ലാത്തതായ ഒരു മോശമായിട്ടുള്ള പര്യവസാനത്തിൻ്റെ അടയാളമാണ് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം അവന് തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, പാപങ്ങളിൽ നിന്ന് ഖേദിച്ച് മടങ്ങുവാൻ, നന്മയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം അവന് കൈവന്നിട്ടില്ല. അവസരമുണ്ടായിരുന്നത് അവന് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അവനാകട്ടെ തൗബ ചെയ്യേണ്ടതിന് പകരം, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതിന് പകരം പാപങ്ങളിൽ മുഴുകി, തിന്മകളിൽ വ്യാപരിച്ചു. അവന് അശ്രദ്ധയിൽ കഴിഞ്ഞു. അതുപോലെ തന്നെ നന്മകൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം വീഴ്ച വരുത്തി. ആ സന്ദർഭത്തിൽ അവന് മരണം പെട്ടെന്ന് പിടികൂടിയാൽ, സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഇമാം അഹ്മദ്, ഇമാം അബൂദാവൂദ് തുടങ്ങിയ മുഹദ്ദിസീങ്ങൾ നൽകുന്ന ഒരു വചനമുണ്ട്. അതിൽ ഉബൈദുല്ലാഹ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അതിൽ പറയുകയാണ്, മൗത്തുൽ ഫുജ്അത്തി അഖദതു അസഫിൻ, പെട്ടെന്നുള്ള മരണം ദുഃഖത്തിൻ്റെ പിടുത്തമാണ്. അഥവാ അഖദു ഖലബിൻ, കോപത്തിൻ്റെ പിടുത്തം. അത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു മരണമാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ നടയെ സൂചിപ്പിച്ച മരണം എന്ന് പറയുന്നത് എന്താ? ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കെ, അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ പരമാവധി സൂക്ഷ്മതയോടുകൂടെ, തഖ്വയോടുകൂടെ, ആത്മാർത്ഥമായിക്കൊണ്ട്, വിനീത ദാസനായിക്കൊണ്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുക അവന് മരണം വരിക്കുന്നുവെങ്കിൽ മരണം സംഭവിക്കുകയാണ് അപ്രതീക്ഷിതമായിക്കൊണ്ട്. അത് ഒരു നല്ല മരണത്തിൻ്റെ അടയാളമാണ്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത്, മരണത്തിന് മുമ്പ് അവന് പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ വന്നപ്പോൾ ആ സന്ദർഭത്തിൽ പോലും അവൻ ക്ഷമിച്ചു, അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചു, അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ ആഗ്രഹിച്ചു. അള്ളാഹു അനുഗ്രഹിക്കുമെന്ന് ഒരു പ്രതീക്ഷയാണ് അവൻ്റെ മനസ്സിൽ. അങ്ങനെ അവന് ദുഃഖമോ വിഷമമോ എന്ത് ബാധിച്ചാലും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായിട്ട് സഹീഹുൽ ബുഖാരിയിൽ കാണാം, മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ഷൗക്കത യുഷാക്കുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. ഒരു മുസ്ലിമായ മനുഷ്യന് ക്ഷീണമാകട്ടെ, രോഗമാകട്ടെ, അതല്ലെങ്കിൽ ആശങ്കയാകട്ടെ, ദുഃഖമാകട്ടെ, എന്തെങ്കിലും ഉപദ്രവമോ ബുദ്ധിമുട്ടോ ആകട്ടെ, മനോവിഷമോ ആകട്ടെ, അങ്ങനെ തുടങ്ങി എന്ത് പ്രയാസങ്ങൾ ബാധിച്ചാലും, എത്ര വരെ ഒരു അവനെ ആ മുള്ള് കുത്തിയാൽ പോലും അതിൻ്റെയൊക്കെ പേരിൽ അവൻ ക്ഷമ പാലിക്കുകയാണ്. ഈമാനോടുകൂടെ അവൻ ആ സന്ദർഭത്തിൽ അഭിമുഖീകരിക്കുകയാണ്. ക്ഷമ പാലിച്ച്, സഹിച്ച്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അവനിൽ ബലമേൽപ്പിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ അവൻ്റെ തെറ്റുകൾക്ക്
അത് പ്രായശ്ചിത്തമായി കൊണ്ട് അല്ലാഹു തആല രേഖപ്പെടുത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പെട്ടെന്നുള്ള മരണം എന്നൊക്കെ പറയുന്നത് അത് എത്രയോ അപകടങ്ങളാണ്. 8ഉം 10ഉം 9ഉം ആളുകളൊക്കെ മരണപ്പെടുന്ന സംഭവങ്ങൾ സമീപ ദിവസങ്ങളിൽ കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലാണ് അവർ ടൂറ് പോയി വരുന്നു. സുബ്ഹാനല്ലാഹ്, നമുക്ക് അതിൽ ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അവരുടെ ഓരോ കുടുംബാംഗങ്ങൾക്കും മനസ്സിന് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കണം. അള്ളാഹിൻ്റെ റസൂൽ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദമി വ അഊദു ബിക മിനത് തറദ്ദി വ അഊദു ബിക മിനൽ ഗറഖി വൽ ഹറഖി. അല്ലാഹുവേ, കെട്ടിടം തകർന്ന് വീണ് അതിനടിയിൽപ്പെട്ട് മരണപ്പെടുന്നതിൽ നിന്നും, അതുപോലെ പർവ്വതത്തിൻ്റെ ഉയർന്ന കുന്നുകളുടെ മുകളിൽ നിന്ന് അവിചാരിതമായിക്കൊണ്ട് വീണ് അങ്ങനെ മരണം സംഭവിക്കുക, അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് അഗ്നിബാധിതനായിക്കൊണ്ട് അങ്ങനെയുള്ള അപകടങ്ങൾ, ദുരന്തങ്ങൾ, ആപത്തുകൾ, ആക്സിഡൻറ്റുകൾ അതിലൊക്കെ പെട്ട് മരണപ്പെടുന്നതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുമായിരുന്നു എന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പ്രസിദ്ധമായിട്ടുള്ള അള്ളാഹിൻ്റെ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നിഖ്മതിക വ ജമീഇ സഖതിക. അല്ലാഹുവേ, അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്നും, അല്ലാഹുവേ നിൻ്റെ സുഖം, നീ തന്ന ആയുരാരോഗ്യം, സൗഖ്യം അത് മാറിപ്പോകുന്നതിൽ നിന്നും, അതുപോലെ നിൻ്റെ വിപത്തുകൾ പെട്ടെന്ന് പിടികൂടുന്നതിൽ നിന്നും, മുഴുവൻ നിൻ്റെ കോപത്തിൽ നിന്നും, നിൻ്റെ എല്ലാ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആപത്തുകളെന്ന് പറയുന്ന അതിൽപ്പെട്ടതാണ് പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത്. തീർച്ചയായും മരണമെന്ന് പറയുന്നത് വജാഅത്ത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, മരണം എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യം കൊണ്ട് ആ മരണത്തിൻ്റെ വെപ്രാളം, വേദന അത് വരിക തന്നെ ചെയ്യും. ദാലിക മാ കുന്ത മിൻഹു തഹീദ്, മനുഷ്യൻ ഓടിയകലുന്ന, മനുഷ്യൻ വെറുക്കുന്ന, മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ആ മരണം ആ യാഥാർത്ഥ്യം കൊണ്ട് വരുന്ന ഒരു ഘട്ടം ഓരോ മനുഷ്യനുമുണ്ടാകും, ആയുസ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, കുല്ലും മ്രിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കിഹി നഅലിഹി. ഓരോ വ്യക്തികളും അവൻ്റെ കുടുംബത്തിൽ സന്തോഷത്തോടുകൂടെ കഴിയുന്നു, എന്നാൽ മരണം അവൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപസ്ഥമാണ്. അപ്പോൾ മരണം എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും വരാം, എപ്പോഴാണ് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയും നന്മകളും ആരാധനാ കർമ്മങ്ങളുമൊക്കെ നിരന്തരം നിർവഹിക്കുക, അതിൽ വീഴ്ച വരുത്താതിരിക്കുക. അള്ളാഹുവിനോട് നമ്മുടെ അവസാനം നന്നാക്കി തരാൻ വേണ്ടി പറയുക. അതിന് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ. അള്ളാഹുവേ, ഞാൻ നിന്നോട് എൻ്റെ ജീവിതാന്ത്യം ഏറ്റവും നന്നാക്കി തരാനായിട്ട് യാചിക്കുകയാണ് നാഥ എന്നുള്ള അർത്ഥമുള്ള പ്രാർത്ഥന അത് പ്രാർത്ഥിക്കുക. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഇന്ന മിൻ അമാറാത്തിസ് സാഅ അൻ യുൽഹിറ മൗതുൽ ഫജ്അ. അതായത് പെട്ടെന്നുള്ള മരണം വ്യാപകമാകുക എന്നുള്ളത് അത് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ന് ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹസനായിട്ടുള്ള ഒരു വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഈമാനോടുകൂടെ ഹുസ്നുൽ ഖാത്തിമയോടുകൂടെ ആ രൂപത്തിൽ വിട പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.